Dear students, in this class we shall explain chemical thermodynamics, the branch of science which deals with the quantitative relationship between heat and other forms of energies is known as thermodynamics. Energy, the ability or capacity to do work is known as energy. Energy has different forms like heat energy, light energy, chemical energy, mechanical energy, etc. Heat is an important form of energy. Thermodynamics explains the relation between heat and other forms of energies, and when it is applied to chemical reactions, it is known as chemical thermodynamics. Now look at some basic concepts of thermodynamics. First one, system and surroundings. What is a system? It is the part of the universe selected for the purpose of investigation. നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കാൻ വേണ്ടി എടുക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. ഇൻവെസ്റ്റിഗേഷന് വേണ്ടി, സ്റ്റഡി ചെയ്യാൻ വേണ്ടി, പഠനത്തിന് വേണ്ടി യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. സോ ദി ഇൻവെസ്റ്റിഗേഷൻ മേ ബി തിയറിറ്റിക്കൽ ഓർ എക്സ്പെരിമെൻ്റൽ. ദി പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് സെലക്റ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ് തിയറിറ്റിക്കൽ ഓർ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഈസ് നോൺ ആസ് സിസ്റ്റം. ഇപ്പോൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ that glass of water is the system. Okay. Surroundings, the part of the universe other than the system is known as surroundings. സിസ്റ്റം ഒഴിച്ച് ബാക്കിയുള്ളതിനെല്ലാം, അതിൻ്റെ നൈബർഹുഡിൽ വരുന്നതിനെല്ലാം നമ്മൾ സറൗണ്ടിങ്സ് എന്നാണ് വിളിക്കുക. ഇപ്പോൾ ഒരു സിലിണ്ടറിൽ എടുത്തിരിക്കുന്ന വാതകത്തെക്കുറിച്ച് പഠിക്കുന്നതെങ്കിൽ സിലിണ്ടറും വാതകവുമാണ് സിസ്റ്റം. അതിൻ്റെ ചുറ്റുഭാഗത്തുള്ളതിനെ നമ്മൾ സറൗണ്ടിങ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ. The system and surroundings are separated by the real or imaginary boundaries. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഒരു ബൗണ്ടറി മുഖേന സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ബൗണ്ടറി മേ ഐദർ ബി റിയൽ ഓർ ബി ഇമാജിനറി. ചിലപ്പോൾ അത് റിയൽ ആയിരിക്കും, ചിലപ്പോൾ ഇമാജിനറി ആയിരിക്കും. റിയൽ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ദി ബൗണ്ടറി വി ക്യാൻ സീ ഓർ ഒബ്സർവ് ഓർ വി ക്യാൻ എക്സ്പീരിയൻസ്, അതാണ് റിയൽ ബൗണ്ടറി. ചില സമയത്ത് നമ്മൾ അവിടെ ഒരു ബൗണ്ടറി ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യും, ദാറ്റ് ഈസ് ദി ഇമാജിനറി boundary. So if this is the system and this is the surrounding, and now this line is the boundary. Okay, so through the boundary, system and surroundings can exchange matter and energy. System surrounding തമ്മിൽ മാറ്ററും എനർജിയും, മാസും എനർജിയും ഈ ബൗണ്ടറിയിലൂടെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. സറൗണ്ടിങ്സിൽ നിന്ന് മാറ്ററും എനർജിയും സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് മാറ്ററും എനർജിയും സറൗണ്ടിങ്സിലേക്കും എൻ്റർ ചെയ്യാം. ഓക്കെ. നൗ ടൈപ്സ് ഓഫ് സിസ്റ്റം. ഫസ്റ്റ് വൺ, ഓപ്പൺ സിസ്റ്റം. എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് മാസ് ആസ് വെൽ ആസ് എനർജി വിത്ത് സറൗണ്ടിങ്സ് ഈസ് കോൾഡ് ഓപ്പൺ സിസ്റ്റം. ഒരു സിസ്റ്റം സറൗണ്ടിങ്സുമായിട്ട് മാസും അല്ലെങ്കിൽ മാറ്ററും എനർജിയും എക്സ്ചേഞ്ച് ചെയ്യുന്നുവെങ്കിൽ സച്ച് സിസ്റ്റം ഈസ് നോൺ ആസ് ഓപ്പൺ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, ടേക്ക് എ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. സോ കാൽസ്യം കാർബണേറ്റ് ഓൺ ഹീറ്റിംഗ് വിൽ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഈ റിയാക്ഷൻ നടക്കുന്നത് ഒരു ഓപ്പൺ ടെസ്റ്റ് ട്യൂബിലാണെന്ന് വിചാരിക്കുക. So we are conducting this reaction in an open test tube. So therefore this is the system. ഈ റിയാക്ഷൻ ആണ് അവിടെ സിസ്റ്റം ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സറൗണ്ടിങ്സിൽ നമ്മൾ ഹീറ്റ് ചെയ്തെങ്കിലേ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എൻ്റർ ചെയ്യുന്നു. സോ ദി സിസ്റ്റം ആക്സെപ്റ്റ്സ്, റിസീവ്സ് ഹീറ്റ് എനർജി ഫ്രം ദി സറൗണ്ടിങ്സ്. അപ്പോൾ ഹീറ്റിൻ്റെ കൈമാറ്റം നടക്കുന്നു. ഓക്കെ. സോ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അപ്പോൾ എനർജിയുടെ കൈമാറ്റം നടക്കുന്നു. അതുപോലെ ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് കാർബൺ ഡയോക്സൈഡ് വാതകം ഉണ്ടാകുന്നുണ്ട്. സിൻസ് ഇറ്റ് ഈസ് എ ഗ്യാസ്, ഇറ്റ് വിൽ എസ്കേപ്പ് ഫ്രം ദ ടെസ്റ്റ് ട്യൂബ് ടു ദ സറൗണ്ടിങ്. ഓപ്പൺ ടെസ്റ്റ് ട്യൂബ് ആയതുകൊണ്ട് ഈ സറൗണ്ടിങ്സിൽ, ഈ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് ഈ വാതകത്തിന്, കാർബൺ ഡയോക്സൈഡ് വാതകത്തിന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞാൽ അവിടെ മാറ്ററിൻ്റെ കൈമാറ്റവും
നടക്കുന്നു. അപ്പോൾ ഒരു ഓപ്പൺ വെസലിൽ, ഒരു ഓപ്പൺ ടെസ്റ്റ് ട്യൂബിൽ നടക്കുന്ന ഈ റിയാക്ഷൻ, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഓപ്പൺ സിസ്റ്റം ബിക്കോസ് in this reaction the system exchange mass as well as energy with the surroundings. Now closed system, a system that can exchange energy with the surroundings and not mass. ഇനി എനർജിയുടെ കൈമാറ്റം മാത്രമേ നടക്കുന്നുള്ളൂ, മാസിൻ്റെ കൈമാറ്റം നടക്കുന്നില്ല എങ്കിൽ such a system is known as closed system. ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞ റിയാക്ഷൻ നമ്മളൊരു ക്ലോസ്ഡ് വെസലിൽ അല്ലെങ്കിൽ സീൽഡ് ബൾബിൽ നടത്തുന്നുവെന്ന് വിചാരിക്കുക. സോ നൗ ദി വെസൽ ഈസ് ക്ലോസ്ഡ്. നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, റിയാക്റ്റൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുന്നു മീൻസ് ദി സിസ്റ്റം ആക്സെപ്റ്റ്, റിസീവ്സ് എനർജി ഫ്രം ദി സറൗണ്ടിങ്സ്. ഓക്കെ, റിയാക്ഷൻ്റെ ഫലമായിട്ട് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന് പക്ഷേ ഈ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് പുറത്തു വരാൻ വേണ്ടി സാധിക്കില്ല, കാരണം ദി വെസൽ ഈസ് ക്ലോസ്ഡ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സിസ്റ്റം ആക്സെപ്റ്റ്സ് എനർജി ഫ്രം ദി സറൗണ്ടിങ്സ് ബട്ട് മാറ്റർ ഈസ് നോട്ട് എക്സ്ചേഞ്ച്ഡ് ഇൻ ദിസ് കേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ സിസ്റ്റം എന്ത് ചെയ്യുന്നു, സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് എനർജി സ്വീകരിക്കുന്നു, പക്ഷേ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ സറൗണ്ടിങ്സിലേക്കോ മാറ്ററിൻ്റെ കൈമാറ്റം അസാധ്യമാകുന്നു. അപ്പോൾ ഇത്തരം സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം. സോ സിസ്റ്റം ദാറ്റ് ക്യാൻ എക്സ്ചേഞ്ച് എനർജി വിത്ത് ദി സറൗണ്ടിങ്സ് ആൻഡ് നോട്ട് മാസ്. ഓക്കെ, സച്ച് എ സിസ്റ്റം ഈസ് നോൺ ആസ് ക്ലോസ്ഡ് സിസ്റ്റം. എനർജിയുടെ കൈമാറ്റം നടക്കും, പക്ഷേ മാസിൻ്റെ കൈമാറ്റം നടക്കില്ല. Now isolated system, a system which can neither exchange mass nor energy with the surroundings. സിസ്റ്റം സറൗണ്ടിങ്സും തമ്മിൽ മാസിൻ്റെയോ അല്ലെങ്കിൽ എനർജിയുടെയോ കൈമാറ്റം നടക്കുന്നില്ലെങ്കിൽ അത്തരം സിസ്റ്റത്തെ വിളിക്കുന്നവരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലോസ്ഡ് ആൻഡ് ഇൻസുലേറ്റഡ് വെസലിൽ നടക്കുന്ന റിയാക്ഷൻ. ഇപ്പോൾ ഇവിടെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് A+B=C+D. ഈ റിയാക്ഷൻ നടക്കുന്നത് ക്ലോസ്ഡ് വെസലിലാണ്. ക്ലോസ്ഡ് ആണെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് വെൽ ഇൻസുലേറ്റഡ് ഫ്രം ദി സറൗണ്ടിങ്സ്, ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇൻസുലേറ്റ് ചെയ്തതുകൊണ്ട് ഹീറ്റ് എനർജിക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോം ഓഫ് എനർജിക്ക് ഈ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് എനർജിക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് സിസ്റ്റം ഈസ് ഇൻസുലേറ്റഡ്. തിരിച്ച് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കും എനർജിക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ എനർജിയുടെ കൈമാറ്റം അസാധ്യമാണ്, സിൻസ് ദ സിസ്റ്റം ഈസ് ഇൻസുലേറ്റഡ്. സിസ്റ്റം ക്ലോസ്ഡ് ആയതുകൊണ്ട് മാറ്ററിന് സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കോ എൻ്റർ ചെയ്യാൻ വേണ്ടി, പുറത്തെടുക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നൈദർ ദി മാസ് നോർ ദി എനർജി is exchanged between system and surroundings. Such a system is known as isolated system. ഓക്കെ, അപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിൽ എനർജിയും മാറ്ററും കൈമാറ്റം ചെയ്യപ്പെടുന്നു, ക്ലോസ് സിസ്റ്റത്തിൽ എനർജി മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്നു, ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എനർജിയും കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല, മാറ്ററും കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. സോ ദാറ്റ് ഈസ് ദി 3 types of system. Now microscopic properties, the properties of the system which arise from the collective behavior of large number of species is known as microscopic properties. Pressure, temperature, volume, composition, surface tension, density, viscosity, refractive index, etc. are microscopic properties. അതായത് ഈ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും അതിനെ സ്പീഷീസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇറ്റ് മേ ബി ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ്. അത് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം. ഇങ്ങനെ സിസ്റ്റത്തിലുള്ള എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും കളക്റ്റീവ് ബിഹേവിയർ കൊണ്ട് ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ,
ഡെൻസിറ്റി ഒരു മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടിയാണ് എന്ന് പറയാൻ കാരണം നമ്മളൊരു ഒരു ലിക്വിഡിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വി ആർ കൺസിഡറിങ് ദ ലിക്വിഡ് ആസ് എ ഹോൾ. ആ ലിക്വിഡിലുള്ള എല്ലാ മോളിക്യൂൾസിനെയും പരിഗണിച്ചുകൊണ്ടാണ്, കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആ ഡെൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. അല്ലാണ്ട് ആ ലിക്വിഡിൽ നിന്ന് ഒരു ഇൻഡിവിജ്വൽ മോളിക്യൂളിനെ പുറത്തെടുത്തിട്ടല്ല നമ്മൾ ഡെൻസിറ്റി മെഷർ ചെയ്യുന്നത്. മറിച്ച് ആ സിസ്റ്റത്തിലുള്ള എല്ലാ മോളിക്യൂൾസിനെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് ഡെൻസിറ്റി ഈസ് എ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി. ഇതുപോലെ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്യുക ബൈ കൺസിഡറിങ് all the particles, all the ions, all the molecules in the system. അതാണ് കളക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സച്ച് പ്രോപ്പർട്ടീസ് ആർ നോൺ ആസ് മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, if you measure the temperature of a solid, we are considering the complete solid, the entire solid molecules, not the individual molecules. Okay. Extensive and intensive properties. Extensive properties means the properties of the system which depend upon the quantity of the matter contained in it. ഒരു സിസ്റ്റത്തിലെ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, ദ്രവ്യത്തിൻ്റെ അളവിനെ, മാറ്ററിൻ്റെ അളവിനെ ആശ്രയിക്കുന്ന പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. So extensive properties are those which depends upon the quantity of matter. Okay, such properties are known as what? Extensive properties. Now intensive properties, the properties of system which are independent of the quantity of matter present in it. ഒരു സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ ക്വാണ്ടിറ്റി, അളവിനെ, അതിൻ്റെ സൈസിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. So intensive properties are independent of quantity of matter and extensive properties are depends upon the quantity of matter. ഇത് മാറിപ്പോകുന്നത് ഇപ്പോൾ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. ഉദാഹരണത്തിലൂടെ നമുക്കത് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ മാസ് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് എന്ന് പറയാൻ കാരണം, ഇപ്പോൾ നമ്മൾ 10 കിലോഗ്രാം വെയിറ്റുള്ള ഒരു സബ്സ്റ്റൻസ് എടുത്തു. സോ ദിസ് സബ്സ്റ്റൻസ് ഹാസ് ഗോട്ട് എ മാസ് ഓഫ് 10 കിലോഗ്രാം. ഇതാണ് അതിൻ്റെ ക്വാണ്ടിറ്റി. സോ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അത് ഈ സബ്സ്റ്റൻസിനെ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചു, സൈസ് റെഡ്യൂസ് ചെയ്തു, 2 ഈക്വൽ ഭാഗമാക്കി മാറ്റി. അങ്ങനെ ആകുമ്പോൾ ഓരോ ഭാഗത്തിൻ്റെയും സൈസ് 10 കിലോഗ്രാം ഉണ്ടാവുമോ? ഇല്ല. ഈക്വലായി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഭാഗത്തിൻ്റെയും സൈസ് എത്രയായി മാറി? 5 കിലോഗ്രാമായി മാറി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ഈ സബ്സ്റ്റൻസിൻ്റെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്തു, ക്വാണ്ടിറ്റി വ്യത്യാസപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ ഓരോ പീസിൻ്റെയും മാസ് വ്യത്യാസപ്പെട്ടു. ഇത്തരം പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. സോ ദ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻസ് അപ്പോൺ സൈസ് ഓർ ക്വാണ്ടിറ്റി. സോ മാസ് ഈസ് ഡിപ്പെൻസ് അപ്പോൺ ക്വാണ്ടിറ്റി ഓഫ് സൈസ്. നിങ്ങൾക്കെന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, വലിയ ഒരു ക്വാണ്ടിറ്റി ഉള്ളൊരു വസ്തുവിനെ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ഇനീഷ്യലി എടുത്ത വലിയ ക്വാണ്ടിറ്റി ഉള്ള വസ്തുവിൻ്റെ മാസ് 50 കിലോഗ്രാം എന്ന് കരുതുക. അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായി തിരിച്ചു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തിനും 50 കിലോഗ്രാം വെയിറ്റ് ഉണ്ടാവില്ല, വെയിറ്റ് വിൽ ചേഞ്ച്. സോ സച്ച് പ്രോപ്പർട്ടീസ് ആർ നോൺ ആസ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി സപ്പോസ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ 10 കിലോഗ്രാം സൈസുള്ള വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. ഇപ്പോൾ നേരത്തെ പോലെ അതിൻ്റെ സൈസ് കുറച്ചപ്പോൾ, ക്വാണ്ടിറ്റി കുറച്ചപ്പോൾ, നമുക്ക് 2 ഭാഗമായിട്ട് മാറ്റിയപ്പോൾ ഈ ഭാഗത്തിൻ്റെ, ഈ പാർട്ടിൻ്റെ, ഈ പോർഷൻ്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും. ഇതിൻ്റെയും ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ ഈ സബ്സ്റ്റൻസിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് സൈസ്
അല്ലേ, നമ്മൾ വ്യത്യാസപ്പെടുത്തിയപ്പോൾ ടെമ്പറേച്ചറിന് വ്യത്യാസം വന്നില്ല. ടെമ്പറേച്ചർ റിമെയിൻ സെയിം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ടെമ്പറേച്ചർ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്റർ. അതുകൊണ്ട് ടെമ്പറേച്ചറിനെ എന്ത് വിളിക്കാം? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ സൈസ് വ്യത്യാസപ്പെടുത്തിയാൽ വ്യത്യാസപ്പെടുന്ന പ്രോപ്പർട്ടികളെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്നും, ഒരു വസ്തുവിൻ്റെ സൈസ് വ്യത്യാസപ്പെടുത്തിയാൽ, സൈസ് ചെറുതാക്കി കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ സൈസ് കൂട്ടിക്കൊണ്ടുവന്നാൽ വ്യത്യാസപ്പെടാത്ത പ്രോപ്പർട്ടികളെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇനി സിമ്പിളായിട്ട് വേറൊരു പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പോൾ വാട്ട് ഈസ് ദി കളർ ഓഫ് ദിസ് സബ്സ്റ്റൻസ്? ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. നമ്മളതിനെ 2 കഷ്ണങ്ങളാക്കി മാറ്റി. ഇപ്പോഴും ഓരോ സൈസിൻ്റെ ഓരോ ഭാഗത്തിന് കളർ എന്ത് തന്നെയാണ്? റെഡ് ആണ്. അപ്പോൾ നമ്മൾ സൈസ് കുറച്ചപ്പോൾ കളറിന് വ്യത്യാസം വന്നില്ല. ദർഫോർ കളർ ഈസ് വാട്ട്? കളർ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ്. ദർഫോർ കളർ ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. So here we are given some list of extensive and intensive properties. So this list is very, very important. Okay. So take volume. Volume is extensive. അല്ലേ, ഒരു വസ്തുവിൻ്റെ സൈസ് വ്യത്യാസപ്പെടുമ്പോൾ, ക്വാണ്ടിറ്റി വ്യത്യാസപ്പെടുമ്പോൾ വോളിയം വ്യത്യാസപ്പെടും. നമുക്ക് അനുഭവമുള്ളതാണ്. മാസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. സൈസ് ക്വാണ്ടിറ്റി വ്യത്യാസപ്പെടുമ്പോൾ മാസ് വ്യത്യാസപ്പെടും. ക്വാണ്ടിറ്റി ഓർ സൈസ്. ഓക്കെ. എനർജി ഡിപ്പെൻസ് അപ്പോൺ മാസ്. മാസ് ഈസ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ദർഫോർ എനർജി ഈസ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. എൻതാൽപ്പി, എൻട്രോപ്പി, ഫ്രീ എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ഇതൊക്കെ എനർജിയെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടേംസാണ്. എനർജി എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് എൻതാൽപ്പിയും എൻട്രോപ്പിയും ഫ്രീ എനർജിയും ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. നമ്പർ ഓഫ് മോൾസ്, ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ എമൗണ്ട്. അല്ലേ, നമ്പർ ഓഫ് മോൾസ്, എമൗണ്ട് വ്യത്യാസപ്പെടുമ്പോൾ നമ്പർ ഓഫ് മോൾസും വ്യത്യാസപ്പെടും. ലെങ്ത്, ഡെഫിനറ്റ്ലി ലെങ്ത് ഈസ് എക്സ്റ്റൻസീവ്. ക്വാണ്ടിറ്റി, സൈസ് വ്യത്യാസപ്പെടുമ്പോൾ ലെങ്ത് വ്യത്യാസപ്പെടും. ഏരിയ, ക്വാണ്ടിറ്റി വ്യത്യാസപ്പെടുമ്പോൾ ഏരിയ വ്യത്യാസപ്പെടും. Force is also extensive property. Okay, because force F is equal to ma എന്നാണ്. F is equal to ma. M is mass. Therefore, force depends upon mass. Since mass is extensive property, force is also extensive property. Okay. Intensive property. ഇപ്പോൾ ടെമ്പറേച്ചർ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇറ്റ് ഈസ് independent of size, therefore it is intensive property. Pressure intensive property ആണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, 2 എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടികൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. സോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയയാണ്. ഫോഴ്സിനെ ഏരിയ കൊണ്ട് ഹരിച്ചാൽ പ്രഷർ കിട്ടും. സോ ഫോഴ്സ് ഈസ് എക്സ്റ്റൻസീവ്, ഏരിയ ഈസ് എക്സ്റ്റൻസീവ്. If you divide an extensive property with another extensive property, you get an intensive property. Therefore, pressure is intensive property. Density, mass by volume, Therefore, it is intensive property. Okay, boiling point depends upon temperature. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൻറ്റൻസീവ് ആയതുകൊണ്ട് ബോയിലിംഗ് പോയിൻറ്റ് ഇൻറ്റൻസീവ് ആയിരിക്കും. കാരണം ഒരു 100 ml വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും 1 ലിറ്റർ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി മാറുന്നതനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിൻറ്റ് വ്യത്യാസപ്പെടില്ല. ബോയിലിംഗ് പോയിൻറ്റ് റിമെയിൻ സെയിം. ഓക്കെ. അതുപോലെ ഡെൻസിറ്റി, ഇപ്പോൾ ഒരു 100 ml വാട്ടറിൻ്റെ ഡെൻസിറ്റിയും 1 ലിറ്റർ വാട്ടറിൻ്റെ ഡെൻസിറ്റിയും റിമെയിൻ സെയിം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1 ml ഓഫ് വാട്ടർ ആൻഡ് 100 ml ഓഫ് വാട്ടർ സെയിം. അപ്പോൾ സാമ്പിളിൻ്റെ സൈസ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഇവയൊന്നും വ്യത്യാസപ്പെടില്ല. അതുകൊണ്ടാണ് ഇവയെ എന്ത് വിളിക്കുന്നത്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. വിസ്കോസിറ്റി, അപ്പോൾ 1 കിലോഗ്രാം ഓയിലിൻ്റെ വിസ്കോസിറ്റി, ഒരു പർട്ടിക്കുലർ ഓയിൽ, കോക്കനട്ട് ഓയിലിൻ്റെ വിസ്കോസിറ്റിയും 100 ml എങ്കിൽ 1 കിലോഗ്രാം കോക്കനട്ട് ഓയിലിൻ്റെ വിസ്കോസിറ്റിയും 100 ഗ്രാം കോക്കനട്ട് ഓയിലിൻ്റെ വിസ്കോസിറ്റിയും സെയിം ആയിരിക്കും.
അപ്പോൾ സൈസ് വ്യത്യാസപ്പെടുന്നതനുസരിച്ചിട്ട് ഇവ വ്യത്യാസപ്പെടില്ല. ഓക്കെ. അതുപോലെ വോളിയം ഈസ് എക്സ്റ്റെൻസീവ് ബട്ട് മോളാർ വോളിയം ഈസ് ഇൻറ്റൻസീവ്. വോളിയത്തെ നമ്പർ ഓഫ് മോൾസ് കൊണ്ടായിരിക്കുമ്പോഴാണ് മോളാർ വോളിയം കിട്ടുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടികൾ പരസ്പരം ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. മാസ് ഈസ് എക്സ്റ്റെൻസീവ്, മോളാർ മാസ് ഈസ് ഇൻറ്റൻസീവ്. ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഇൻ എക്സ്റ്റെൻസീവ് ബട്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റിയെ നമ്മൾ വെയിറ്റ് കൊണ്ടായിരിക്കുമ്പോഴാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് മാറുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ. കോൺസെൻട്രേഷൻ, മൊളാരിറ്റി, നമ്മൾ വോളിയത്തെ നമ്പർ ഓഫ് മോൾസ് കൊണ്ടായിരിക്കുമ്പോഴാണ് മൊളാരിറ്റി കിട്ടുന്നത്. സോ വോളിയം ഈസ് എക്സ്റ്റെൻസീവ്, നമ്പർ ഓഫ് മോൾസ് ഈസ് ആൾസോ എക്സ്റ്റെൻസീവ്. ദർഫോർ വോളിയം ബൈ നമ്പർ ഓഫ് മോൾസ്, മൊളാരിറ്റി ഈസ് ഇൻറ്റൻസീവ്. മൊളാരിറ്റി കിട്ടുന്നത് വെയ്റ്റിനെ നമ്പർ ഓഫ് മോൾസ് കൊണ്ടായിരിക്കുമ്പോഴാണ്. ദർഫോർ മൊളാലിറ്റി ഈസ് intensive property. Okay, so note that extensive property divided by extensive property will give an intensive property. ഓർത്തിരിക്കുക. Now state functions, thermodynamic parameters which depends only upon the initial and final state of the system and are independent of manner as to how the change is brought about is known as state functions. എന്ന് പറഞ്ഞാൽ ചില തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് എന്തിനു മാത്രം ആശ്രയിച്ചിരിക്കുന്നുള്ളൂ? അതിൻ്റെ ഇനീഷ്യൽ വാല്യൂയും ഫൈനൽ വാല്യൂയും മാത്രമേ ആശ്രയിക്കുള്ളൂ. ഇനീഷ്യൽ വാല്യൂയിൽ നിന്ന് ഫൈനൽ വാല്യൂയൊക്കെ എത്താൻ എടുത്ത വഴി, പാത്ത്, റൂട്ട് അതിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. സച്ച് ഫങ്ഷൻസ് ആർ നോൺ ആസ് സ്റ്റേറ്റ് ഫങ്ഷൻസ്. ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇവിടെ ഒരു മൗണ്ടെയിൻ കാണിച്ചിരിക്കുന്നു. കൺസിഡർ എ മൗണ്ടെയിൻ. സോ ലെറ്റ് ദിസ് പോയിന്റ് ഈസ് എ ആൻഡ് ദിസ് പോയിന്റ് ഈസ് ബി. പീക്ക് ഈസ് ബി ആൻഡ് ബേസ് ഈസ് എ. സോ വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി മൗണ്ടെയിൻ? ഇറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എ. സോ ദിസ് ഈസ് ദി ഹൈറ്റ്. Difference between point B and point A. Let it be 500 meter. Let it be 500 meter. ഇനി നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ പല വഴികൾ സ്വീകരിക്കാം. യു ക്യാൻ അഡോപ്റ്റ് മെനി വേസ്, മെനി പാത്ത് ടു ഗെറ്റ് അറ്റ് ബി. ഇപ്പോൾ ഒരു പാത്ത് എയിൽ നേരെ ഇങ്ങനെ ഈ സ്ലോപ്പ് വഴി നേരെ ബിയിലേക്ക് എത്തി. ഒരാൾ എ എന്ന പോയിന്റിൽ നിന്ന് ഈ പാത്തിലൂടെ ബിയിലേക്ക് എത്തി. സോ അദ്ദേഹം ക്ലൈംബ് ചെയ്ത ഹൈറ്റ് എത്രയായിരിക്കും? ഇറ്റ് ഈസ് ബി മൈനസ് എ, ദാറ്റ് ഈസ് 500 മീറ്റർ. ഇനി ഒരാൾ വേറൊരു പാത്ത് സ്വീകരിച്ചു എ നിന്ന് ബിയിലേക്ക് എത്താൻ. അദ്ദേഹം ബിയിലേക്ക് എത്താൻ വേണ്ടി ഇങ്ങനെ ഈ സിഗ്സാഗ് ഈ രൂപത്തിൽ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കുറേ എഫേർട്ട് എടുത്ത് ബിയിലേക്ക് എത്തി. So what is the height he climbed? B minus A, it is 500 meter. അപ്പോൾ ഹൈറ്റ് ഒരാൾ ഈ മൗണ്ടെയിൻ്റെ ഹൈറ്റ് ഒരാൾ ആ മൗണ്ടെയിൻ കീഴടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്തിനെ ആശ്രയിക്കുന്നില്ല. ഏത് പാത്തിലൂടെ അത് ആ ഹൈറ്റ് കീഴടക്കിയാലും എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയാലും ദി ഹൈറ്റ് റിമൈൻസ് സെയിം. അപ്പോൾ ഹൈറ്റ് എന്തിനെ ആശ്രയിക്കുന്നില്ല? പാത്തിനെ ആശ്രയിക്കുന്നില്ല. ഹൈറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ പോയിന്റ് ബി ആൻഡ് പോയിന്റ് എ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഹൈറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്റ്റേറ്റ് ബി ആൻഡ് സ്റ്റേറ്റ് എ. ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് ഇനീഷ്യൽ. എ ഇസ് ഇനീഷ്യൽ സ്റ്റേറ്റ്, ലെറ്റ് എ ഇസ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ബി ഇസ് ഫൈനൽ സ്റ്റേറ്റ്. Height depends upon the difference between final state and initial state. It is independent of the path adopted for reaching at B from the initial state A. മനസ്സിലാവുണ്ടല്ലോ? അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ പല വഴികളുണ്ടെങ്കിലും ഹൈറ്റ് റിമെയിൻ സെയിം. അതുകൊണ്ട് ഹൈറ്റിനെ എന്ത് വിളിക്കുക? നമുക്കൊരു സ്റ്റേറ്റ് ഫംഗ്ഷനായിട്ട് ഇത്തരം ഫംഗ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. തെർമോഡൈനാമിക്സിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്.
അവയെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ഫങ്ഷൻസ്. ഫോർ എക്സാമ്പിൾ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, ഇപ്പോൾ ഒരു വസ്തുവിന് ഇൻറ്റേർണൽ എനർജി ഉണ്ടായിരിക്കും. ആ വസ്തു വേറൊരു കണ്ടീഷനിൽ വേറെ ഇൻറ്റേർണൽ എനർജി ആയിരിക്കും. സോ വാട്ട് ഈസ് ദി ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു internal energy of first state minus internal energy of final state. So u2 minus change in internal energy will be u2 minus u1. So internal energy of final state minus internal energy of initial state. അപ്പോൾ u1ൽ നിന്ന് u2ലേക്ക് എത്താൻ പല വഴികൾ സ്വീകരിച്ചാലും, ഏത് പാത്ത് സ്വീകരിച്ചാലും ഡെൽറ്റ യു ഡിപ്പെൻസ് അപ്പോൺ ഓൺലി ദ വാല്യൂ ഓഫ് u2 ആൻഡ് വാല്യൂ ഓഫ് u1. അപ്പോൾ അതാണ് ഈ അത്തരം ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് വാട്ട് സ്റ്റേറ്റ് ഫങ്ഷൻസ്. സോ ദ യു മീൻസ് ഇൻറ്റേർണൽ എനർജി, എച്ച് എൻതാൽപ്പി, എൻട്രോപ്പി, ഫ്രീ എനർജി, പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഇതൊക്കെ സ്റ്റേറ്റ് ഫങ്ഷൻസാണ്. their value depends upon the values of final state and values of initial state. നമ്മൾ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞ മാതിരി. ഓക്കെ, സോ ദീസ് ആർ നോൺ ആസ് സ്റ്റേറ്റ് ഫങ്ഷൻസ്. എന്നാൽ ഇങ്ങനെ അല്ലാത്തവയും ഉണ്ട്. ഫോർ എക്സാമ്പിൾ വർക്ക് ഈസ് നോട്ട് എ സ്റ്റേറ്റ് ഫങ്ഷൻ. ഇപ്പോൾ ഈ പാത്ത് 1ലൂടെ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക്, അതും ഈ പാത്ത് ബിയിലൂടെ, അതായത് പാത്ത് സെക്കൻഡ് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ ഈ സെക്കൻഡ് പാത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്കും വ്യത്യാസം ഉണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ വർക്ക് ഡിപ്പെൻസ് അപ്പോൺ ദി പാത്ത് വി റിസീവ്ഡ്, പാത്ത് വി അഡോപ്റ്റഡ്. വർക്ക് മാത്രമല്ല, ഹീറ്റ്, വർക്ക്, ഇതൊക്കെ പാത്ത് ഫങ്ഷൻസാണ്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന പാത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നർത്ഥം. സച്ച് ഫങ്ഷൻസ് ആർ നോൺ ആസ് പാത്ത് ഫങ്ഷൻസ്. Okay, so path functions are path dependent. State functions are path independent. Okay. Now thermodynamic process. There are some thermodynamic processes. First one, isothermal process. Iso you know, similar or same. Thermo stands for temperature. So isothermal processes are those which carried out at constant temperature. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ നടക്കുന്ന പ്രോസസ്സുകളാണ് ഐസോതെർമൽ പ്രോസസ്സ്. സോ ഇൻ സച്ച് കേസസ് T2 minus T1, that is final temperature minus initial temperature, will be 0. കാരണം there is no change in temperature, therefore change in temperature delta T will be 0. Delta stands for change. Isobaric process carried out at constant pressure, that is change in pressure is 0. No change in pressure, therefore delta P is 0. Isochoric process carried out at a constant volume, that is delta V is 0. Delta V is 0. Adiabatic process in which no heat exchange occurs between the system and surrounding. സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് എനർജിയുടെ എക്സ്ചേഞ്ച് നടക്കുന്നില്ലെങ്കിൽ അത്തരം പ്രോസസ്സ് നടക്കുന്നവരാണ് അഡിയബാറ്റിക് പ്രോസസ്സ്. ഓക്കെ, ക്യൂ ആണ് ഹീറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പൽ, സ്മാൾ ലെറ്റർ ക്യൂ. ഹിയർ ഡി ക്യൂ ഈസ് 0. ഡി ക്യൂ മീൻസ് ചേഞ്ച് ഇൻ ഹീറ്റ് ഈസ് 0. ഓക്കെ, ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി ഈസ് 0. നോ ഹീറ്റ് ഈസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ സറൗണ്ടിങ്സ് ആൻഡ് സിസ്റ്റം. അത്തരം പ്രോസസ്സാണ് അഡിയബാറ്റിക് പ്രോസസ്സ്. സൈക്ലിക് പ്രോസസ്സ്. സിസ്റ്റം റിട്ടേൺസ് ദ ഒറിജിനൽ സ്റ്റേറ്റ് ആഫ്റ്റർ അണ്ടർഗോയിങ് എ സീരീസ് ഓഫ് ചേഞ്ചസ്. ഒരു സിസ്റ്റം ഒരുപാട് ചേഞ്ചുകൾക്ക് വിധേയമായി അവസാനം ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എത്തുകയാണെങ്കിൽ സച്ച് പ്രോസസ് ആർ നോൺ ആസ് സൈക്ലിക് പ്രോസസ്. ഫോർ എക്സാമ്പിൾ സിസ്റ്റം എ എന്ന സ്റ്റേറ്റ്, അപ്പോൾ ടെമ്പറേച്ചർ അവിടെ P1 V1 T1 ആണ്. അത് ടെമ്പറേച്ചർ P2 V2 T2 ആക്കി. സിസ്റ്റം വേറൊരു സ്റ്റേറ്റിലേക്ക് മാറി. ഓക്കെ, നമ്മൾ ഈ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഒരു വാല്യൂയിൽ നിന്ന് വേറെ വാല്യൂലേക്ക് മാറുമ്പോൾ നമ്മൾ പറയും സിസ്റ്റം
ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് എത്തി എന്ന് പറയും. സിസ്റ്റം എ P1 V1 T1 എന്നുള്ള മാക്രോസ്കോപ്പ് പ്രോപ്പർട്ടിയിൽ നിന്ന് P2 V2 T2 എന്നുള്ള മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടിയിലേക്ക് എത്തിയ പാരാമീറ്റേഴ്സിലേക്ക് എത്തിയപ്പോൾ നമ്മൾ പറയും സിസ്റ്റം ചേഞ്ചസ് ഫ്രം എ ടു ബി എന്ന് പറയും. നൗ സിസ്റ്റം ചേഞ്ചസ് ടു ബി ടു സി P3 V3 T3 ആൻഡ് ഫ്രം സി ടു P3 V3 T3 നിന്ന് അഗെയിൻ P1 V1 T1ലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇനീഷ്യൽ സ്റ്റേറ്റിലെ മാക്രോസ്കോപ്പ് പ്രോപ്പർട്ടീസ്, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ആ സ്റ്റേറ്റിലേക്ക് തന്നെ എത്തി. സോ സിസ്റ്റം റിട്ടേൺസ് ടു ദ ഒറിജിനൽ സ്റ്റേറ്റ് ആഫ്റ്റർ എ സീരീസ് ഓഫ് ചേഞ്ചസ്. സച്ച് പ്രോസസ്സസ് ആർ നോൺ ആസ് cyclic process. Okay. For a cyclic process, delta U, delta H, delta S, etc. will be 0. Cyclic processന് ഡെൽറ്റ യു ഡെൽറ്റ എച്ച് ഒക്കെ 0 ആയിരിക്കും. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ചേഞ്ച് ഇൻ എൻതാൽപ്പി ഒക്കെ 0 ആയിരിക്കും. ഈ ടേംസൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഇൻറ്റേർണൽ എനർജി, എന്താണ് എൻതാൽപ്പി എന്നൊക്കെ. State of the system. A system is said to be in a particular system when its macroscopic properties, that is pressure, temperature, volume, concentration, etc. have definite value. ഒരു മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം ഇതിനൊക്കെ പ്രത്യേക വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ സിസ്റ്റം ഒരു പ്രത്യേക സ്റ്റേറ്റിലാണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 atm. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും ഡെഫിനിറ്റ് വാല്യൂ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ പറയും വാട്ടർ ഈസ് ഇൻ എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, താങ്ക് യു.